എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ അൽമോറയിലേക്കുള്ള യാത്രയിലായിരുന്നു. അങ്ങനെ അൽമോറയിലേക്ക് നിൽക്കുകയാണ്. അൽമോറയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സൗരഭ് എന്നാണ്. അദ്ദേഹം അവിടെ GP പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു റിസർച്ച് വിദ്യാർത്ഥിയാണ്. സൗരഭിനോടൊപ്പമാണ് ഞാൻ പിന്നീടുള്ള യാത്രകൾ. അദ്ദേഹം അൽമോറയെ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ അദ്ദേഹം സഹായിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനോടൊപ്പമായിരുന്നു അൽമോറയിൽ ഞാൻ കുറച്ച് ദിവസങ്ങൾ ചെലവഴിച്ചത്. ആദ്യം അദ്ദേഹം കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലെ ഒരു ചെറിയ കടയിലാണ്. അവിടെ വെച്ച് നമ്മൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ നാട്ടിലുണ്ടാകുന്ന ചിക്കനൊക്കെ വെച്ചുണ്ടാക്കുന്ന സബ്ജിയും അതുപോലെ ക്യാരറ്റും ഒക്കെ വെച്ചുണ്ടാക്കുന്ന ചില ഫുഡുകൾ നമ്മൾ അവിടുന്ന് ട്രൈ ചെയ്യുകയുണ്ടായി. പിന്നെ അതിനുശേഷം നമ്മൾ അവിടുത്തെ ആഹാരമൊക്കെ കഴിച്ച് മനസ്സൊക്കെ നന്നായിട്ട് നിറഞ്ഞ് നമ്മൾ വീണ്ടും യാത്രകൾ തുടരുകയാണ്. അദ്ദേഹം എനിക്ക് എപ്പോഴും ഫുഡിനെ പറ്റിയൊക്കെ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരുന്ന വീഡിയോ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഴയ വീഡിയോകൾ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും സൗരഭ് എത്രത്തോളം ആകാംക്ഷയോടുകൂടിയാണ് നമുക്കതൊക്കെ പറഞ്ഞു തരുന്നതെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം അതിന്റെ ഡീറ്റെയിലിംഗ് എല്ലാം വളരെ വ്യക്തമായി തന്നെ എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. പിന്നീട് നമ്മൾ ഫുഡിന്റെ കാര്യങ്ങൾ, ടേസ്റ്റും അതിന്റെ ഡെലീഷ്യസ് ആയിട്ടുള്ള സൈഡുകളും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതില് നാട്ടില് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വിറകടുപ്പും അതുപോലെ തന്നെ ചൂട് കല്ലുകളിലൊക്കെ വെച്ച് മഡ് വെച്ചിട്ടുള്ള കല്ലുകളിലൊക്കെ വെച്ചാണ് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ, ആ ചെറിയ കടയുടെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പൈൻ മരങ്ങളും മറ്റുമൊക്കെ കാണാൻ പറ്റും. അദ്ദേഹം പറയുന്നുണ്ട് അവിടെ ഒരു റോക്കുണ്ട്, ആ റോക്ക് കാർവ് ചെയ്തിട്ടാണ് ഈ കടയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ റോക്കിന്റെ പാറയുടെ അടിയിലായിട്ടാണ് ഈ കട സ്ഥിതി ചെയ്യുന്നതും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും വളരെ നല്ലൊരു അനുഭവമാണ് ഇത്. നിങ്ങൾക്ക് അൽമോറയിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാം. കൂടുതലും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അൽമോറ സിറ്റിയിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം വരുന്നത്. അവിടെ എത്തി നിങ്ങൾക്ക് ഇവിടുത്തെ നാടൻ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യുകയും അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. എന്നിരുന്നാലും വളരെ നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു സൗരഭിനോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ എനിക്ക് 5-6 വർഷം മുമ്പ് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം കൊച്ചിയില് NOയിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്ന സമയത്തായിരുന്നു അദ്ദേഹത്തെ കൂടുതൽ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചത്. ഇപ്പോൾ അദ്ദേഹം ഒരു ഫൈനൽ ഇയർ ഗവേഷണ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം GP പന്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ സ്റ്റഡീസിൽ അവിടെ അദ്ദേഹം റിസർച്ച് ചെയ്യുകയാണ്. ഈ വർഷത്തോടു കൂടി അദ്ദേഹത്തിന്റെ PhD തീസിസ് ഒക്കെ കംപ്ലീറ്റ് ആവും. അതിനുശേഷം അദ്ദേഹത്തിന് അവിടെ തന്നെ ഉത്തരാഖണ്ഡിൽ തന്നെ ഇതിന് തന്നെ 3-4 സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ തന്നെ അദ്ദേഹത്തിന് ജോലി ചെയ്ത് തുടരാനാണ് ആഗ്രഹം. അദ്ദേഹം എപ്പോഴും ഉത്തരാഖണ്ഡിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എപ്പോഴും ഉത്തരാഖണ്ഡിനെ കുറിച്ച് പറയുമ്പോൾ വളരെ കൗതുകത്തോടു കൂടിയാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ അൽമോറ സിറ്റിയൊക്കെ അദ്ദേഹം പോയ വഴികളിലൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അങ്ങ് അകലെ കാണുന്നതാണ് അൽമോറ സിറ്റി. അദ്ദേഹം അൽമോറ സിറ്റിയെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന അവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, മറ്റ് കടകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അങ്ങനെ ഒട്ടനവധി വെറ്റിനറി ഹോസ്പിറ്റൽസ്, എല്ലാം ഒരു ഹ്യൂമൻ നീഡ്സിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഒരു അൽമോറ സിറ്റി തന്നെ ഈ മലമുകളിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ചിത്രത്തിൽ അദ്ദേഹം കാണിക്കുന്ന പോലെ തന്നെ വളരെ മനോഹരമായ ഒരു നഗരവും കൂടിയാണ് അൽമോറ എന്ന് പറയുന്നത്. അടുത്തതായി നമ്മുടെ യാത്ര തുടങ്ങുന്നത് കേസർ ദേവി ടെമ്പിളിലേക്കുള്ള ഒരു അമ്പലത്തിലേക്കുള്ള യാത്രയാണ്. അവിടെ നിന്ന് ഏതാനും ദൂരങ്ങൾ പൈൻ മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് വാൾനട്ടുകളും അതുപോലെ തന്നെ മറ്റ് ചെറിയ ചെടികളും ഒക്കെ അറിയാം. നിങ്ങൾക്കറിയാം ഉത്തരാഖണ്ഡിൽ നമുക്ക് ഒട്ടനവധി നമ്മുടെ നാട്ടിൽ പറയുന്ന ഗഞ്ച ചെടികളൊക്കെ കാണുന്ന സ്ഥലമാണ്. ഇപ്പം പോകുന്ന വഴിമധ്യയിൽ നമുക്ക് അത്തരത്തിലുള്ള ചെടികള്, ചെറിയ പൂക്കളൊക്കെ പിടിച്ചു നിൽക്കുന്ന വാൾനട്ടുകളൊക്കെ കാണാം. അങ്ങനെ ഒടുവിൽ നമ്മൾ കേസർ ദേവി ടെമ്പിളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. താഴെ നിന്ന്
ഏകദേശം കുറച്ച് സ്റ്റെപ്സുകളൊക്കെ കയറി ഒരു മലമുകളിലാണ് ഈ കേസർ ദേവി ടെമ്പിൾ ഉള്ളത്. അൽമോറയിൽ തന്നെയാണ്. കേസർ ദേവി ടെമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെയിം. ടെമ്പിൾ സ്ട്രക്ചർ നമുക്ക് 22nd സെഞ്ചുറിയിലാണ് സ്വാമി വിവേകാനന്ദൻ മറ്റും ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. 1890-കളിലാണ്. അതുപോലെ തന്നെ കുറെ വെസ്റ്റേൺ സീക്കേഴ്സ്, സ്പിരിച്വൽ സീക്കേഴ്സ്, സാന്ധ്യ ബാബ, ആൽഫ്രഡ് സൊറൈസൺ, ലാമ, അങ്കാരിക ഗോവിന്ദ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. കേസർ ദേവി ടെമ്പിൾ കോംപ്ലക്സ് ഹാസ് ഓൾവേസ് ബീൻ എ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ആർട്ട്, അതുപോലെ കലാപരമായി സ്പിരിച്വൽ പരമായിട്ടും അതുപോലെ പോയട്രി സാഹിത്യപരമായിട്ടും ഒക്കെ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തെ കുറിച്ച് അദ്ദേഹം വളരെയധികം കാര്യങ്ങൾ നമ്മളോട് വർണ്ണിക്കുകയുണ്ടായി. സൗരഭും അവിടെ വെച്ച് തന്നെ മറ്റൊരു ഗവേഷണ വിദ്യാർത്ഥിയെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഹൽദ്വാനിയിൽ നിന്ന് വന്നതായിരുന്നു. ഇതിന്റെ ചരിത്രം പറയുന്നത് ഇതാണ്. ഇവിടെ സിംഗർ ബോബ് ഡയലിൻ, അതുപോലെ ആക്ടർ ഉമ തുർമാൻ പോപ്പുലർലി ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ടുഡേ കേസർ ദേവി ടെമ്പിൾ അട്രാക്ട് ഫോക്സ്, നാടൻ വൈവിധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളും മറ്റും ഇവിടെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് ടെമ്പിൾ ഹോസ്റ്റ് ദ ആനുവൽ കേസർ ദേവി ഫെയർ ഓൺ കാർത്തിക പൂർണിമയിലാണ് ഇവിടെ കൂടുതലായിട്ട് ഫെസ്റ്റിവലും മറ്റും നടക്കുന്നത്. അത് ഏകദേശം ഒരു വർഷത്തിൽ നവംബർ തൊട്ട് ഡിസംബർ മാസങ്ങളിലാണ് കൂടുതലായിട്ടും ഇവിടെ ആഘോഷങ്ങളും മറ്റും ഇതിന്റെ ഒരു ആഘോഷ ദിനം, കേസർ ദേവി ടെമ്പിളിന്റെ ആഘോഷ ദിനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. കേസർ ദേവി ടെമ്പിളിനെ കുറിച്ച് മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 1890-കളിലാണ് സ്വാമി വിവേകാനന്ദൻ ഇവിടെ വിസിറ്റ് ചെയ്യുകയും അദ്ദേഹം ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഈ കേസർ ദേവിയിലുള്ള മെഡിറ്റേഷൻ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ ബുക്സുകളിലും മറ്റുമൊക്കെ എഴുതപ്പെട്ടിരുന്നു, അദ്ദേഹത്തിന്റെ ഡയറികളിലും മറ്റും. പിന്നെ വാൾട്ടർ ഇവാൻസ്, a pioneer in the study of Tibetan Buddhism, who later translated the Tibetan book of the dead, stayed here for some time. Then in the 1930s, Danish mystic Sandhya Baba came here and lived here over 3 decades. As this Ernest Hosman, who became Tibetan Buddhist Lama, and Lee Gumati ഒക്കെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. This leads to a series of spiritual seekers from the West inviting them. In 1961, Govinda was visited by Pete Poets. Along with him, ഗോവിന്ദയോടൊപ്പം തന്നെ അലൻ ഗിബ്സ്ബർഗ്, പീറ്റർ ഓർലോസ്കി, ഗാരി സിൻഡർ. In the later history, at the peak of the hippie movement, the area also became a part of hippie trials-ന്റെ ഒക്കെ ഒരു പ്രാധാന്യമുള്ള സ്ഥലമായി പിന്നീട് ഈ കേസർ ദേവി ടെമ്പിൾ മാറുകയുണ്ടായി. നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഹിമാലയത്തിന്റെ പർവ്വതങ്ങൾ, ഏകദേശം 3 പർവ്വതങ്ങൾ ഈ അമ്പലത്തിന്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങ് അകലെ നമുക്ക് മഞ്ഞു മൂടിക്കിടക്കുന്ന ഹിമാലയം പർവ്വതങ്ങൾ ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നു. അതുകൂടാതെ തന്നെ which lies ahead, കേസർ ദേവി ടെമ്പിൾ became a popular destination. ഇതൊക്കെ കൊണ്ട് തന്നെ, ഇത്രയും സവിശേഷതകൾ കൊണ്ട് തന്നെ കേസർ ദേവി ടെമ്പിൾ ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷൻ ആയി മാറി. സൗരഭിൽ നിന്നാണ് എനിക്ക് കൂടുതൽ അറിയാൻ സാധിച്ചത്. ഇവിടെ പണ്ട് അശോക ചക്രവർത്തി വന്ന് ഇവിടെ ചില ശിലകളിൽ എഴുതി ഇട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ചില വാക്കുകൾ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ടെന്നുള്ളതും മറ്റും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൂടാതെ തന്നെ മറ്റ് പ്രഗത്ഭരായ വ്യക്തികൾ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഇറ്റ് ബിക്കം എ ഹോം ടു സെവറൽ റൈറ്റേഴ്സ്, വെസ്റ്റേൺ ടിബറ്റൻ ബുദ്ധിസ്റ്റുകൾ, അതുപോലെ തന്നെ മിസ്റ്റിക് സെയിന്റ് സന്ധ്യ ബാബയൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസർ ദേവി ടെമ്പിൾ എപ്പോഴും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഹിൽ ടോപ്പിലാണ്, ഒരു മലയുടെ മുകളിലാണ്. ഓൺ ദ റിഡ്ജ് ഓഫ് അൽമോറ Bagadeshwar highway on the Cascade Hills of Himalayas. As it is situated above the ridge of Almora town, it is accessible through 18 kilometer height from ഏകദേശം 8 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ റോഡ് മാർഗം നമുക്ക് അൽമോറ ടൗണിൽ നിന്ന് നമുക്ക് ഈ കേസർ ദേവി ടെമ്പിളിൽ നിന്നിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അങ്ങനെ സൗരഭിൽ നിന്ന് എനിക്ക് ഈ കേസർ ദേവി ടെമ്പിളിന്റെ ചരിത്രമൊക്കെ വളരെയധികം അദ്ദേഹം വളരെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നതാണ്,
ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വേൾഡിന്റെ തന്നെ ഹൈ ടോപ്പിൽ നമുക്ക് എപ്പോഴും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് മാഗ്നറ്റിക് വേവ്സിന്റെ ഡിഫറൻസസ് അദ്ദേഹത്തിന്റെ റിസർച്ചും ഏകദേശം അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുകൊണ്ടാകാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഈ മലമുകളിൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കും കൂടുതൽ അവിടെ നിന്ന് ആദ്യം എൻ്റെ ഒരു മൂഡ് ഓഫ് മൈൻഡ് ഒക്കെ മാറി ഒരു റീഫ്രഷിങ് മൈൻഡിലേക്കൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് മലമുകളിൽ നിന്ന് ഹിമാലയവും മറ്റുമൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് വളരെയധികം സന്തോഷവും ഒരു പ്രത്യേകതരം ഊർജവും ഒക്കെ എനിക്കും ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി എത്രത്തോളം അദ്ദേഹം ഇവിടെ ഈ മലയും ഈ അമ്പലത്തെയും സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ വീടിന്റെ അവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അദ്ദേഹം സൈക്കിൾ ചവിട്ടി വൈകുന്നേരങ്ങളിൽ ഈ മലമുകളിൽ വന്ന് ഇവിടുത്തെ ശാന്തതയും ഇവിടുത്തെ ആത്മീയമായിട്ടുള്ള വസ്തുവും ഒക്കെ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എനിക്കും കുറച്ച് സമയം അവിടെ ചെലവഴിക്കാൻ സാധിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ അദ്ദേഹത്തോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് സൗരഭ് എപ്പോഴും അദ്ദേഹം ഈ ഉത്തരാഖണ്ഡിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വാചാലനാവാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ടെമ്പിളിനെ പറ്റി, കേസർ ദേവി ടെമ്പിൾ അതിനെ പറ്റിയൊക്കെ അദ്ദേഹം പറയുമ്പോൾ വളരെയധികം അദ്ദേഹം ആകാംക്ഷയോടുകൂടിയും താല്പര്യത്തോടുകൂടിയുമാണ് എപ്പോഴും അദ്ദേഹം പറയുകയുണ്ടായത്. പിന്നീട് നമ്മൾ കുറച്ചു നേരം ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ പാറയിലാണ് പണ്ട് അശോക ചക്രവർത്തി എഴുതിയ ലിപികളാണ് നിങ്ങൾക്ക് ഈ പാറയിൽ കാണാൻ സാധിക്കുന്നത്. അതുവരെ അദ്ദേഹം സൂക്ഷ്മമായി എന്നെ കാണിച്ചു തരികയും എന്നിൽ ഒരു നിരീക്ഷണ പാടവം ഒന്ന് വ്യക്തമാക്കി തരികയും ഒക്കെ അദ്ദേഹം ചെയ്തു. സൗരഭിന് ഈ അവസരത്തിൽ ഈ മനോഹരമായ ഈ സ്ഥലം എന്നെ കാണിക്കുകയും എന്നിലേക്ക് ഒരു പുതിയ ഒരു അനുഭൂതി കൊണ്ടുതരികയും ചെയ്തു. അങ്ങനെ അൽമോറ പിന്നെ നമ്മൾ അവിടെ തിരിച്ച് അൽമോറ സിറ്റിയൊക്കെ കണ്ട് മടങ്ങുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു.